ആൻഡ് വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. 2025 ഓൾമോസ്റ്റ് തീരാറായി അല്ലെ. 2026 പുതിയ വർഷത്തെ വരവേൽക്കാനായിട്ട് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. 2025 എക്സാംസും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി വരുന്നു. ഇനി 2026 വരാനിരിക്കുന്ന ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതും അതിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതും അല്ലെ. 2025 പോലെ തന്നെ 2026 IBPS PO, IBPS ക്ലർക്ക്, SBA PO, SBA ക്ലർക്ക്, RRB PO, RRB ക്ലർക്ക് തുടങ്ങിയ എല്ലാ പബ്ലിക് സെക്ടർ ബാങ്ക് എക്സാമുകളും ഉണ്ടാകും. അതേപോലെ തന്നെ നിരവധി ഇൻഷുറൻസ് എക്സാമുകളും. 2026-27 IBPSന്റെ കലണ്ടറിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. കലണ്ടർ വന്നു കഴിയുമ്പോൾ തന്നെ ഓരോ എക്സാംസും എന്ന് നടക്കും, പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും ഇന്റർവ്യൂ ആണെങ്കിലും ഫൈനൽ റിസൾട്ട് വരെ എന്ന് വരും എന്നുള്ളത് നമുക്ക് IBPSന്റെ കലണ്ടർ വന്നു കഴിയുമ്പോൾ മനസ്സിലാകും. ഒരുപാട് ആസ്പിറൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു 2026 കംപ്ലീറ്റ് ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സൈലം ബാങ്കിങ്ങിന്റെ ബാച്ച് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യെസ്, അതിനുള്ള ഒരു ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. 2026 കംപ്ലീറ്റ് ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സൈലം ബാങ്കിങ് ടീമിന്റെ ബാങ്ക് റെഗുലർ ബാച്ച് ഈ വരുന്ന ഡിസംബർ 22 സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ബേസ് മുതലായിരിക്കുമോ നമ്മളുടെ ക്ലാസ്സസ്? യെസ്, ഉറപ്പായിട്ടും. നമ്മളുടെ ബാങ്ക് എക്സാമിന് 4 സബ്ജക്റ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് നമ്മളുടെ സബ്ജക്ട്? QA, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, നമ്മുടെ മാത്സ്, അതേപോലെ തന്നെ റീസണിങ് എന്റെ സബ്ജക്ട്, ദെൻ ഇംഗ്ലീഷ് ആൻഡ് കറണ്ട് അഫേഴ്സ് അല്ലെ. കറണ്ട് അഫേഴ്സ് എന്ന് പറയുമ്പോൾ ജനറൽ അവയർനെസ് പ്ലസ് ബാങ്കിങ് അവയർനെസ്. പിന്നെ നമുക്ക് RRB വരുമ്പോൾ എക്സ്ട്രാ കമ്പ്യൂട്ടറും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും ക്ലാസ്സസ് ഉണ്ടായിരിക്കുമോ? യെസ്, ഇതിന്റെ എല്ലാത്തിന്റെയും ക്ലാസ്സസ് നിങ്ങൾക്ക് ബേസ് മുതൽ തന്നെയായിരിക്കും നമ്മളുടെ ബാച്ചിലൂടെ നിങ്ങൾക്ക് എടുത്തു തരിക. ഇപ്പൊ ഒരുപാട് ആസ്പിറൻസ് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് അല്ല, ഇപ്പൊ ഞാൻ BA മലയാളമാണ് പഠിച്ചത്, അപ്പൊ എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ? ബേസ് മുതലായിരിക്കുമോ പഠിപ്പിക്കുക? ഉറപ്പായിട്ടും നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള രീതിയിലല്ല ഒരിക്കലും നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ അങ്ങനെ ഒരു ടെൻഷന്റെ ആവശ്യം നിങ്ങൾക്കില്ല. അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ബേസ് മുതലുള്ള ക്ലാസ്സസ് തന്നെയായിരിക്കും നിങ്ങളെയൊക്കെ കിട്ടുക. 0 to ഹീറോ ആക്കുക, നിങ്ങളെ ബേസിൽ നിന്ന് 0 to ഹീറോ ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. ഈ വർഷം വരുന്നത് 2026 വരാനിരിക്കുന്ന എല്ലാ ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമുകൾക്കും വേണ്ടിയിട്ട് നിങ്ങളെ അടിപൊളിയായി പ്രിപ്പയർ ചെയ്യിക്കാം. നമ്മളുടെ ബാങ്ക് ബാച്ചിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ 2026 വരുന്ന എല്ലാ എക്സാംസും അതിൻ്റെ അകത്തിൽ കവർ ചെയ്യും എന്നുള്ളതാണ്. ഇനിഷ്യലി നമ്മളെ എല്ലാ സിലബസും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് ഓരോ എക്സാംസിന്റെയും പ്രാക്ടീസ് സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളുടെ ബാങ്ക് ബാച്ചിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അതേപോലെ ടോട്ടൽ നമുക്ക് 500+ hours ഓഫ് ലൈവ് ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഡെയിലി 2 to 3 hours എന്ന രീതിയിൽ വീക്ക്ലി 5 to 6 days ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടാകുക. ഓക്കെ, ഇത് കൂടാതെ ഇതിന് ശേഷം ഇപ്പൊ PO എക്സാംസ് ഒക്കെ ആയിരിക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാകും, ഇന്റർവ്യൂ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ടും നമ്മുടെ സൈലം ബാങ്കിങ് ടീമിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. ഈ വർഷത്തെയും ഒരുപാട് ആസ്പിറൻസ്, ഇപ്പൊ ഫെഡറൽ ബാങ്ക് ഇന്റർവ്യൂ ആണെങ്കിലും ഇനി വരാൻ പോകുന്ന IBPS PO ഇന്റർവ്യൂ സെഷൻസ് ഒക്കെ നമുക്ക് ഇനി വരാനുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ സൈലം ബാങ്കിങ് യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതേപോലെ തന്നെ 2026 കംപ്ലീറ്റ് പ്രിലിംസിനും മെയിൻസിനും ഇന്റർവ്യൂവിനും ഗ്രൂപ്പ് ഡിസ്കഷനും ഒക്കെയുള്ള ഒരു എൻറ്റയർ സപ്പോർട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കുണ്ടായിരിക്കും. നിങ്ങൾ നന്നായിട്ട് കൃത്യമായിട്ട് ക്ലാസ്സിൽ വരിക, അതാത് ദിവസം ക്ലാസ്സിൽ വരിക, നന്നായിട്ട് പഠിക്കും എന്ന് നിങ്ങൾ സ്വയം വാക്ക് കൊടുക്കുക, എന്നിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടായിരിക്കും. സോ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ബാച്ചിനെ റിലേറ്റഡ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. ഉറപ്പായിട്ടും നമ്മൾ ഇവിടുന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ അപ്പോൾ നമ്മളുടെ ബാച്ച് ഡിസംബർ 22 തന്നെ നമ്മളുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് നമ്മളുടെ ഈ ഒരു കോഴ്സിന്റെ ഫീ വരുന്നത് എന്ന് പറയുന്നത് 9,999 അല്ലെ. നമ്മളുടെ നല്ലൊരു ഭാവിക്കായിട്ടുള്ള ഒരു കൊച്ചു ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് മാത്രം കരുതിയാൽ മതി അല്ലെ. കാരണം നമ്മൾ ഈ ഒരു ബാങ്ക് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ക്ലാസ്സുകളിൽ പറയുന്ന ഒരു കാര്യമാണ്, ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒറ്റ സിലബസും, അതായത് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ 4 സബ്ജക്റ്റ് പഠിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വർഷം വരുന്ന 20-ലധികം പരീക്ഷകൾ എഴുതാൻ പറ്റും. 20-ലധികം പരീക്ഷകൾ നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ
ഒറ്റ സിലബസ് പഠിച്ചുകൊണ്ട് എഴുതാൻ പറ്റും. ഒറ്റ സിലബസും ഒരുപാട് പരീക്ഷകളും തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ ഇന്ന ദിവസം എക്സാം നടക്കുമെന്ന് പറഞ്ഞാൽ ആ ദിവസം എക്സാം നടന്ന് വിത്തിൻ 6 months റിസൾട്ട് വന്ന് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് കയറാൻ പറ്റുന്നത് നമ്മുടെ ഈ ഒരു ബാങ്കിങ് സെക്ടറിലാണ്, ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് സെക്ടറിലാണ്. ഓക്കെ, അപ്പോൾ സോ ഈ 2026 വരുന്ന ബൾക്ക് വേക്കൻസി, ഒരുപാട് വേക്കൻസി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് എക്സാംസ് നമുക്കിനി വരാനുണ്ട്. പക്ഷെ നമ്മൾ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന സമയം കളയരുത്. കാരണം നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന് കൃത്യം 2 മാസം നമുക്ക് 2 മാസം കഴിയുമ്പോഴത്തേക്കിന് പ്രിലിംസ് ഉണ്ടാകും. സോ അപ്പോഴത്തേക്കിന് നമുക്ക് എത്തിപ്പിടിച്ചാൽ ഒരിക്കലും പറ്റില്ല. നമുക്കറിയാം ബാങ്ക് എക്സാമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്പീഡും ആക്യുറസിയും മെയിൻറ്റെയിൻ ചെയ്ത് എക്സാം ഹാളിൽ നമുക്ക് CBT എക്സാം ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നന്നായി പ്രിപ്പയർ ചെയ്യണം. സോ ഇപ്പം മുതൽ തന്നെ നമുക്ക് 2026 എക്സാംസിന് വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ അപ്പം നമുക്ക് ലൈവിൽ നേരിട്ട് ക്ലാസ്സിൽ കാണാം.